അപ്പൊ ഈ ആഹാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് ആരുടെ പേരില? ഇസ്ലാമിന്റെ പേരിലാണേ. നോമ്പുകാലത്ത് മലപ്പുറം ജില്ലയിലെ സ്കൂളില് പാവപ്പെട്ട കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച ഇസ്ലാമിന്റെ പേരിലാണ് ആഹാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെ പ്രഘോഷണം നടത്തുന്നത്. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുവും ഹിന്ദുത്വയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിച്ചു പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതവിശ്വാസമാണെങ്കിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു തീവ്രപരമായിട്ടുള്ള ആശയം മാത്രമാണ്. ഒരുപക്ഷെ ഐസിസിനെ പോലെയുള്ളവർ എന്താണ് ഈ ലോകത്ത് ഇസ്ലാമിസത്തിന്റെ പേരിൽ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് കൊള്ളരുതായ്മകൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിന് സമാനമായി അതിതീവ്രമായിട്ടുള്ള ആശയമുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. മനുസ്മൃതി എന്ന് പറയുന്ന ഒരിക്കലും ഹിന്ദുമതം പോലും വേദപുസ്തകമായിട്ട് അംഗീകരിച്ചിട്ടില്ലാത്ത ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള അങ്ങേയറ്റം വിഘടനവാദപരമായിട്ടുള്ള ഒരു ആശയ സംഹിത രാജ്യത്തിന്റെ ഭരണഘടനയാക്കണം എന്ന് പറഞ്ഞതാണ് ദീനദയാൽ ഉപാധ്യായ. അയാളുടെ പേരിലാണ് ഈ രാജ്യത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ പോലും നടപ്പിലാക്കുന്നത്. ഇപ്പൊ മുസ്ലിം വിഭാഗത്തിലുള്ളവർ പന്നിയിറച്ചി കഴിക്കാറില്ല. മറിച്ച് ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ ഇവന്മാരി പറയുന്ന ബീഫ് എന്നുള്ളതല്ല, അവിടെ പശു മാംസം കഴിക്കാറില്ല. ഇവിടെ പശു ഏതാണ്, കാള ഏതാണ്, എരുമ ഏതാണ്, ആട് ഏതാണെന്ന് അറിയാൻ വയ്യാത്ത കുറെ മണ്ടന്മാര് ഇതുമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ആ ചർച്ചയിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എന്ത് കഴിക്കണമെന്നും കഴിക്കണ്ട എന്നും തീരുമാനിക്കാൻ നമുക്കുണ്ട് അവകാശം. അത് നമ്മളുടെ സംസ്കാരവുമായിട്ട് കൂടി ചേർന്ന് ഇരിക്കുന്നതാണ്. ചില ദിവസങ്ങളിൽ ചില തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല. നോമ്പുകാലങ്ങളിൽ നമ്മൾ രാവിലത്തെ നമസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ പിന്നീട് മഗ്‌രിബ് നമസ്കാരത്തിന് അപ്പുറം മാത്രം ഭക്ഷണം കഴിക്കുന്നു. സുബഹിനും മഗ്‌രിബിനും ഇടയിലുള്ള സമയത്ത് ഒരു ഉമിനീര് പോലും ഉള്ളിലേക്ക് ഇറക്കാതെ നമ്മൾ നോമ്പ് നോക്കുന്നു. ഇതെല്ലാം നമ്മളുടെ മതസ്വാതന്ത്ര്യത്തിനോട് അനുബന്ധമായി സാംസ്കാരികപരമായിട്ടുള്ള നമ്മളുടെ അവകാശങ്ങളോടുകൂടി ചേർന്ന് വായിക്കേണ്ടതാണ്. അത് അങ്ങനെ പാടില്ല എന്ന് പറയാൻ ഒരാൾക്കും അവകാശം ഇല്ല എന്നുള്ളതായി. ഈ കുറെ ആൾക്കാർ സ്ഥിരം ഈ റമദാൻ മാസം വന്നു കഴിയുമ്പോൾ മാത്രം പൊട്ടി മുളച്ചു വരുന്ന കുറെ സ്വാതന്ത്ര്യ ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പൊ ഇവന്മാര് പറയുന്നത് എന്താണ്? കഞ്ഞി കിട്ടാതെ കഷ്ടപ്പെടുകയാണ് കുറെ പാവപ്പെട്ട മനുഷ്യർ, ഭക്ഷണം കിട്ടുന്നില്ല. ഞാൻ വയനാട് ജോലി ചെയ്ത ആളാണ്, കൽപ്പറ്റയിൽ കുടുംബശ്രീയിൽ ജോലി ചെയ്ത. അവിടെ ഞാൻ ഒരിക്കൽ പോലും ഭക്ഷണം കിട്ടാതൊന്നും ബുദ്ധിമുട്ടിയിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ റമദാൻ മാസത്തിൽ അവിടെ ഒരു ഇക്ക, അന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ അപ്പുറത്തുള്ള ഒരു ഇക്ക ഒരു കട നടത്തുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഈ റമദാൻ മാസത്തിലും കടയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, നമ്മൾ കഴിക്കില്ലെങ്കിലും നിങ്ങളെ പോലുള്ള ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അല്ലെ? അവരെ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണ്ടേ നമ്മളുടെ സിസ്റ്റം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ നുണപ്രചരണങ്ങൾ കൂടി പുതിയ കാലഘട്ടത്തിൽ അതിനെ കൂടി നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോ മതപരമായും സാംസ്കാരികപരമായും ഒക്കെ നമുക്ക് അവകാശങ്ങളുണ്ട്. ഈ രാജ്യം ഭരിച്ചിരുന്ന ഒരു ഭരണ സംവിധാനം ബ്രിട്ടീഷുകാരനെ ഇല്ലാതാക്കിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മളുടെ ജന്മാവകാശമാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ട് വിവിധ ചിന്താധാരകളിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് മുസൽമാന്മാർ, ആയിരക്കണക്കിന് ഹൈന്ദവർ, നൂറുകണക്കിന് അങ്ങനെ ആയിരക്കണക്കിന് ഇതര മതവിശ്വാസികൾ, മതമില്ലാത്തവർ ഒക്കെ രക്തസാക്ഷികളായിട്ട് ഉണ്ടാക്കിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എഴുതപ്പെട്ട സംവിധാനം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനാ സംവിധാനമുള്ള രാജ്യമായിട്ട് നമ്മൾ മാറുന്നത്. ബ്രിട്ടീഷുകാരൻ കയറി ഇറങ്ങി, അവര് കരിമ്പിൻ തോട്ടത്തിൽ ആന കയറുന്നത് പോലെ ഇതിന്റെ മുഴുവൻ സത്തകളെയും സംശീകരിച്ചെടുത്ത് ഈ രാജ്യത്തിന്റെ വിലപ്പെട്ടതിനെ പലതിനെയും കവർന്നെടുത്തു കൊണ്ടുപോയി 950 നാട്ടുരാജ്യങ്ങളായി കിടന്ന ഒരു രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാര റിപ്പബ്ലിക്കായിട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഭഗീരഥമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും രാജേന്ദ്ര പ്രസാദും ഉൾപ്പെടെ ഉള്ള വലിയൊരു നേതൃനിര. പക്ഷെ നമ്മൾ അറിയേണ്ടത്
ആ രാജ്യത്ത് ഭരണഘടന ഉണ്ടാകുവാൻ നമ്മൾ തീരുമാനമെടുത്തപ്പോൾ അന്നത്തെ ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ളവർ എത്ര വിശാലമായിട്ട് ചിന്തിച്ചു എന്നതിന്റെ തെളിവാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന, ഗാന്ധിയെ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ട് വിമർശിച്ച, നെഹ്റുവിനെ നിരന്തരം വിമർശിച്ച ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു നമ്മളുടെ ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ എന്നുള്ളത് ചിന്തിക്കണം. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് ഈ രാജ്യം ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ സംവാദങ്ങളിൽ ഏർപ്പെട്ടത്, എങ്ങനെയാണ് ഈ രാജ്യം വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആശയങ്ങളിൽ പോയിരുന്ന മനുഷ്യർ ചേർന്നിരുന്നു കൊണ്ട് ഇന്ത്യക്ക് ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നു. അതനുസരിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം എന്നുള്ള തീരുമാനമെടുക്കുന്നു, നമ്മൾ മുൻപോട്ട് പോകുന്നു. അന്ന് ഇന്ത്യയിൽ ഭരണഘടന സമർപ്പിക്കപ്പെട്ടു. നിങ്ങൾക്കറിയോ, 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. അതിന് 3 വർഷക്കാലം മുമ്പ് നമ്മൾ സ്വതന്ത്രമായി. അന്ന് ഇന്ത്യ സ്വതന്ത്രവും ആയിട്ടില്ല, ഇന്ത്യ റിപ്പബ്ലിക്കും ആയിട്ടില്ല. ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം വേണ്ട എന്ന് നിരന്തരം വാദിച്ച ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോ ഭരണഘടനയുടെ മുഴുവൻ ആനുകൂല്യങ്ങളെയും പിൻപറ്റിക്കൊണ്ട് രാജ്യം ഭരിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരെങ്ങാനും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെങ്കിലും ഇരുന്ന് ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പൊ പദ്ധതികളുടെ എല്ലാം മുമ്പിൽ ഒരു പേരുണ്ട്, ദീനദയാൽ. ദീനദയാൽ ദീനദയാൽ ആരായിരുന്നു? ദീനദയാൽ ഉപാധ്യായ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായപ്പോ ആദ്യം ദീനദയാൽ ഉപാധ്യായ പറഞ്ഞു, ഈ അംബേദ്കർ എന്ന് പറയുന്ന ആള് ദളിതനാണ്, ഒരു പിന്നോക്കക്കാരൻ ഉണ്ടാക്കിയ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്വാലിറ്റി ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നതാ, തുല്യത എന്ന് പറയുന്നത്. സംവരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തുല്യതയെ കുറിച്ച് പറയും. ഈ രാജ്യത്ത് സംവരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ 9% വരുന്ന ഇവിടുത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ എനിക്ക് തോന്നുന്നു 9% മുസ്ലിം സംവരണം. ആ 9% മുസ്ലിം സംവരണത്തിന് അപ്പുറത്ത് 41% ഹിന്ദുക്കൾക്കാണ് സംവരണം കിട്ടുന്നത്. അതിൽ 2% ലത്തിൻ മാറ്റാം, 39% ഹിന്ദുക്കൾക്കാണ്. മുന്നോക്ക സംവരണത്തിൽ വരുന്നത് സിറിയൻ ക്രൈസ്തവരും ഇവിടുത്തെ മുന്നോക്ക ഹിന്ദുക്കളും ഉൾപ്പെടെ 10% വേറെ. ഇപ്പൊ സംവരണം 60 എത്തുന്നു. ഞാൻ അതിനെ മുന്നോക്ക സംവരണം എന്ന് പറയത്തില്ല, സവർണ സംവരണം എന്നേ പറയൂ. എന്തായാലും ഈ സംവരണങ്ങൾ ഉൾപ്പെടെ 60% സംവരണത്തിൽ 9% ഒരു മതത്തിന് കൊടുക്കുന്നത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്. ആ 51% സംവരണം അപ്പുറത്ത് നിൽക്കുമ്പോൾ എന്തിനാ സംവരണം കൊടുക്കുന്നത്? സംവരണം എന്ന് പറയുന്നത്, സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ രാജ്യത്തിന്റെ ഹിസ്റ്റോറിക്കൽ ഇൻഇക്വാലിറ്റി, ചരിത്രപരമായിട്ടുള്ള അസന്തുലനാവസ്ഥയെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് സംവരണം എന്ന് പറയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഞാൻ കാണാറുണ്ട്, ഇവിടെ കേരളത്തിന്റെ മുഖ്യധാര സ്പേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച. എനിക്ക് ഏറ്റവും നിരാശ അതാണ്, ഇടതുപക്ഷ ബോധമുള്ളവർ പോലും മുന്നോക്ക സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ അതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കണ്ടു. അങ്ങേയറ്റം വേദനയാണ്. ഈ രാജ്യത്ത് എന്തിനാണ് സംവരണം ഉണ്ടാക്കിയതെന്ന അടിസ്ഥാന തത്വം പോലും മനസ്സിലാക്കുന്നില്ല. അപ്പോ ഭരണഘടനയെ എടുത്തുകൊണ്ടാണ് ചിലർ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി, എല്ലാവരും തുല്യരാണ് ഭരണഘടനയ്ക്ക് മുമ്പിൽ, എന്തിനാണ് സംവരണം? അവരോട് പറയുന്നത് ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തി വെച്ച് സൗകര്യപൂർവ്വം വായിച്ചാൽ പോരാ, ഭരണഘടന മൊത്തത്തിൽ വായിക്കണം. ഭരണഘടന കൃത്യമായി വായിക്കുമ്പോൾ പറയുന്നുണ്ട് വീക്കർ സെക്ഷൻസ്, അതായത് ദുർബല വിഭാഗങ്ങൾ, മൈനോറിറ്റി, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഹിസ്റ്റോറിക്കൽ ഇൻഇക്വാലിറ്റി ഉണ്ടായിരുന്നവർ, ചരിത്രപരമായ അസന്തുലനാവസ്ഥ നേരിട്ടവർ, ഇവരെ എല്ലാവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ രാജ്യത്ത് സംവരണം അനിവാര്യം ആണ് എന്നുള്ളതാണ്. സന്തുലനം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, നീതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ തുല്യത ഉണ്ടാവൂ. അതുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം ഞാൻ വളരെ സിമ്പിളായി പറയാം. നമ്മുടെ മുമ്പിൽ കാണുന്ന മതിൽ, ആ മതിലിനപ്പുറത്തേക്ക് ഒരു ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളി നടക്കുന്നു. എനിക്ക് കാണണം, ഞാൻ അവിടെ പോയി നിന്നു. എനിക്ക് അത്യാവശ്യം 5 അടി 10 ഇഞ്ച് നീളമുണ്ട്. ഞാൻ അവിടെ നിന്ന എന്റെ കഴുത്തറ്റ് നിന്നുകൊണ്ട് എനിക്ക് അപ്പുറത്ത് നടക്കുന്നത് കാണാൻ പറ്റും. തുല്യതയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇരിക്കുന്ന കറുപ്പ് ഷർട്ടിട്ട ആ മോൻ വന്ന് എന്റെ അടുത്ത് നിന്നാൽ അവന് അത് കാണാൻ പറ്റില്ല. കാരണം അവന് ഈ ഉയരം, അതായത്
ആ മതിലിന്റെ 1/4 ഭാഗം ഉയരം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഇരിക്കുന്ന ആ കുഞ്ഞുമോൻ ആ മോൻ വന്ന് നിന്നാൽ അവൻ ഇവനേക്കാൾ നീളം കുറവാ. അവന്റെ തോളറ്റം അവനും കാണാൻ പറ്റില്ല. ഇക്വാലിറ്റി, തുല്യതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തുല്യതയെക്കുറിച്ച് സംസാരിക്കുന്നവർ ഈ മതിലിനെ കാണാതാണ് സംസാരിക്കുന്നത്. ഈ മതിലിന്റെ മുമ്പ് നിൽക്കുന്ന എനിക്ക് പ്രാപ്യമാണ്, ആ 2 കുട്ടികൾക്കും ആ കളി കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ നീളത്തിനൊപ്പം ഇവർക്ക് 2 പേർക്കും എത്തിച്ചേരണം. ചിലപ്പോ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു 5 കട്ട ഇട്ട് കൊടുക്കണം, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വേണ്ടി 10 കട്ട ഇട്ട് കൊടുക്കണം. ഏറ്റവും ലളിതമായി ഞാൻ പറയാണ്, ഇതാണ് ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് തരുന്ന റിസർവേഷൻ. ആ റിസർവേഷൻ കിട്ടുമ്പോൾ എനിക്കും അവർക്ക് 2 പേർക്കും അത് കാണാൻ പറ്റും. ആ തുല്യതയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഇക്വിറ്റി അല്ലെങ്കിൽ സന്തുലനാവസ്ഥയാണ് നമ്മൾ സംവരണം എന്ന് പറയുന്നത്. അപ്പൊ ചിലർ ചോദിക്കും, എല്ലാ കാലത്തും ഈ സംവരണം കൊണ്ടുപോകാൻ പറ്റുമോ? വേണ്ട, എല്ലാ കാലത്തും കൊണ്ടുപോകണ്ട. അതിനുള്ള നീതി ഉണ്ടാകണം. ആ നീതി ഉണ്ടാകണമെങ്കിൽ ആ മതില് പൊളിഞ്ഞ് മാറണം. ആ മതില് പൊളിഞ്ഞു മാറിയാൽ ഞങ്ങൾക്ക് 3 പേർക്കും അവിടെ നിന്നോ ഇരുന്നോ കിടന്നോ അവിടെ നടക്കുന്ന ഫുട്ബോൾ കളി കാണാൻ പറ്റും. ആ നീതി പുലരാൻ ഇനിയും നൂറ്റാണ്ടുകൾ ഈ രാജ്യത്ത് വേണം എന്നുള്ള യാഥാർത്ഥ്യബോധം നമ്മൾ ഉൾക്കൊള്ളണം. ഏറ്റവും വലിയ രസം എന്തെന്ന് ചോദിച്ചാൽ, സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഈ രാജ്യത്ത് ഉയരുമ്പോൾ സംവരണം വേണ്ട എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ സംവരണത്തിന്റെ ആനുകൂല്യത്തിന് അർഹതയുള്ള കുട്ടികളെ കൊണ്ട് തന്ത്രപരമായി പറയിപ്പിക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം ഫാസിസ്റ്റ് തന്ത്രപരവും നിഗൂഢപരവുമായ നയമാണ് ഈ രാജ്യത്ത് കാണുന്നത്. സംവരണാനുകൂല്യത്തിന് അർഹതയുള്ള ഈ കുട്ടികളെ കൊണ്ട് തന്നെ സംവരണത്തിനെതിരെ പറയിപ്പിക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഒരു രീതിയാണ് ഈ രാജ്യത്ത് ഭരണകൂട സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ളവർ അവലംബിച്ച് പോകുന്നത്. ഭരണഘടനാപരമായി ഇത്തരം ചർച്ചകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെ നമ്മൾ ഇന്നിലേക്ക് എത്തി എന്നുള്ളതും ഇന്നലകളിൽ എങ്ങനെയാണ് ഈ രാജ്യത്തെ ഇവർ നോക്കിക്കണ്ടതെന്ന് കൂടി ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ചർച്ചകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് പോലും കാരണം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ മുകളിൽ കാർമേഘമായിട്ട് വലിയ ഒരു നിഗൂഢതയായി ഉരുണ്ടുകൂടുന്ന സംവിധാനങ്ങൾ കൂടി കൊണ്ടാണ്. അപ്പോ അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടായപ്പോൾ എതിർത്തവർ, ഈ രാജ്യത്തിന്റെ ഈ സംവിധാനങ്ങൾക്ക് എതിരായി നിന്നവർ, അവരൊക്കെ പിന്നീട് ഭരണത്തിലേക്ക് വന്നു. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇന്ത്യയെ ഇന്ത്യയാക്കുവാൻ വേണ്ടി ഭരണ സംവിധാനം ഉണ്ടാക്കി. നിങ്ങൾ അറിയേണ്ടത്, പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഇന്ത്യ എന്ന് പറയുമ്പോൾ കേവലം 29 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു ഭൂമിക മാത്രമല്ല. ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ബൗദ്ധനും സിഖുകാരനും പാഴ്സിയും എല്ലാം അല്ലെങ്കിൽ മതമില്ലാത്തവരും ഒക്കെ ചേരുന്ന 130 കോടിയിലേറെ ജനങ്ങൾ വരുന്ന കേവലം മനുഷ്യരുടെ ഒരു കൂട്ടവുമല്ല. മറിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ആശയമാണ്. എല്ലാ സംവിധാനങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളേണ്ട, എല്ലാ തരത്തിലുമുള്ള ലിംഗ വിവേചനങ്ങളെയും ഉൾക്കൊള്ളുന്ന, പല ഭാഷയിലുള്ള മനുഷ്യരെ ഉൾക്കൊള്ളുന്ന, പല സംസ്കാരത്തിലുള്ള മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംവിധാനമാണ് ഇന്ത്യ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ആശയം കേവലമായ ഭൂമിയായിട്ടോ കേവലമായിട്ടുള്ള മനുഷ്യരായിട്ടോ കാണാണ്ട് ഇന്ത്യയെ ഒരു വിശാലമായിട്ടുള്ള ആശയമാക്കി ഉണ്ടാക്കിയെടുത്തത് എന്താണോ അതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭരണഘടനയിലെ ഇന്ന് നമ്മളുടെ ഈ സംസാരത്തിൽ തന്നെ തന്നിരിക്കുന്ന ടോപ്പിക്ക് തന്നെ ഭരണഘടനയും മൗലിക അവകാശങ്ങളും ഒന്നാണ്. ആ ഭരണഘടനയുടെ ഏറ്റവും അന്തസത്ത ഉൾക്കൊള്ളുന്ന, ആ ഭരണഘടനയുടെ ആത്മാവായിട്ടുള്ള ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ വരുന്ന, ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ കൊച്ചുകുട്ടികളുണ്ട്, ഞാൻ അവരോട് പറയുന്നില്ല, പക്ഷേ
ഒരു 7ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതിൽ നമ്മൾ മുതിർന്നവർ ഉൾപ്പെടെ ഉള്ളവർ, നിർബന്ധമായിട്ടും ഈ രാജ്യത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എനിക്കും നിങ്ങൾക്കും ഈ രാജ്യം പ്രദാനം ചെയ്യുന്ന മൗലികമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. 12 മുതൽ 35 വരെ അത്രയും ഭാഗം എടുത്തു വായിച്ച കുറഞ്ഞ പേജുകൾ നിങ്ങൾക്ക് വായിച്ചു പോകാവുന്നതേ ഉള്ളൂ. എന്താണ് മൗലിക അവകാശം? ഈ രാജ്യം എനിക്കും നിങ്ങൾക്കും തുല്യമായി പരിരക്ഷ നൽകുന്ന, നമുക്ക് ഉറപ്പ് നൽകുന്ന ഒന്നാണ് മൗലികാവകാശം. അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസ്സത്ത എന്ന് പറയുന്നത് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങളാണ്. ഞാൻ അതിനെ വളരെ ചുരുക്കി ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് അറിയാൻ വേണ്ടി പറയുന്നു എന്നുള്ളത് മാത്രം. അതിന്റെ ആഴത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അതിൽ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. 14 മുതൽ 18 വരെ, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഉള്ളതാണ് നമ്മുടെ മൗലികാവകാശത്തിൽ ഒന്ന്. അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം. യഥാർത്ഥത്തിൽ നമ്മുടെ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൗണ്ടർ ചെയ്യുവാൻ വേണ്ടി RSS ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ നിരന്തരം പറയുന്നത് ഇതിൽ ഒറ്റ കാര്യം എടുത്തുകൊണ്ട് പറയും. എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വം എന്ന് പറയുന്നത്? ഈ രാജ്യത്തിന്റെ നിയമത്തിന്റെ മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രവിശ്യക്കകത്ത് വരുന്നവർ എല്ലാവരും തുല്യരായിരിക്കും. ഇതാണ് റൈറ്റ് ടു, നമ്മളുടെ സമത്വം എന്ന് പറയുന്ന അവകാശത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. ഈ രാജ്യത്ത് ഒരു തരത്തിലും ലിംഗപരമായോ മതപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പ്രാദേശികപരമായോ ദേശപരമായോ സാംസ്കാരികപരമായോ ഭാഷാപരമായോ ഒരു മനുഷ്യനോടും വിവേചനം പാടില്ല. അവിടെയാണ് പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ളത് ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വന്നത്. നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഭാഗങ്ങൾ, സമത്വം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ അകത്ത് വരുന്നവൻ അങ്ങനെ ഒരു 2ാം പൗരനെ സൃഷ്ടിക്കാൻ പറ്റില്ല. അങ്ങനെ 2ഉം 3ഉം തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിച്ച തത്വസംഹിതകൾ ഈ ലോകത്തുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് ജർമ്മനിയിൽ നാസിസം എന്ന് പറയുന്ന സംവിധാനം. നിങ്ങളൊക്കെ പഠിക്കുന്ന ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെയുള്ളവർ ഉണ്ടാക്കിയ നാസിസം എന്ന് പറയുന്ന ആശയം. അവിടെ 2 തരം പൗരന്മാരുണ്ടായിരുന്നു. ഒന്ന് ജൂതർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒന്ന് ആര്യർ എന്ന് പറയുന്ന ഈ നാസി എന്ന് പറയുന്ന സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ. ബാക്കി ജൂതന്മാരെ പോലെയുള്ളവർ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളിൽ നിൽക്കാത്തവർ, കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാം കൂടി ചേർത്ത് 2ാം പൗരന്മാരായിട്ട് അയാൾ കണ്ടു. എന്നിട്ട് അവിടെ ഒരു തിയറി കൂടി അവരെ നടപ്പിലാക്കി, വംശശുദ്ധി. അതായത് നമ്മുടെ വംശമല്ലാത്തവന്മാര് എല്ലാം തട്ടിക്കളയണം. അങ്ങനെയാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെത്തി ആൻ ഫ്രാങ്കിന്റെ ഡയറിയിലെ പോലെയുള്ള പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന രീതിയിൽ പല്ലും നഖവും പറിച്ചു കളഞ്ഞും ഗില്ലറ്റിൻ എന്ന് പറയുന്ന അപരിഷ്കൃതമായിട്ടുള്ള സംവിധാനം ഉപയോഗിച്ച് കഴുത്തറുത്തു കൊന്നും ലോകത്തിൽ വംശശുദ്ധീകരണത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കിയത്. അപ്പൊ അത്തരത്തിലുള്ള വൃത്തികെട്ട ഒരു സംവിധാനങ്ങളും ഈ രാജ്യത്തിൽ അനുവദിക്കാനാകില്ല എന്നാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദത്തിൽ കൂടി സമത്വം എന്ന് പറയുന്നത് റൈറ്റ് ആക്കിക്കൊണ്ട് എന്റെയും നിങ്ങളുടെയും അവകാശമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കൂടിയിരിക്കുന്ന ആരോടെങ്കിലും, ഇപ്പോ ബഹുമാനപ്പെട്ട നദീർ മന്നാനിയോട് ഞാൻ പറയുക, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ സംരക്ഷിക്കാം. ഞാൻ ആരാണ് സംരക്ഷിക്കാൻ? എന്നെ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം. അതായത് ഒരു ഹിന്ദുവും ഒരു മുസൽമാനെ സംരക്ഷിക്കണ്ട, ഒരു മുസൽമാനും ഒരു ഹിന്ദുവിനെയും ക്രൈസ്തവനെയും സംരക്ഷിക്കേണ്ട. കാരണം എന്തുകൊണ്ടെന്നാൽ ഇവിടെ മുസൽമാനായിക്കോട്ടെ, ഹൈന്ദവനായിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, നമ്മളെല്ലാം ഒന്നാണ്. ഈ ഭരണഘടനയ്ക്ക് കീഴിൽ നരേന്ദ്രമോദി ആണെങ്കിലും മോഹൻ ഭഗത് ആണെങ്കിലും യോഗി ആദിത്യനാഥ് ആണെങ്കിലും ഇവർക്കൊന്നും പ്രത്യേകിച്ചൊരു പ്രിവിലേജുമില്ല. ഞാനും നിങ്ങളും അവരുമെല്ലാം ഒന്നാണെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിരിക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൗരത്വ ഭേദഗതി പോലെയുള്ള നിയമം കൊണ്ടുവന്നുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കടന്നു വന്ന നിങ്ങൾ മുസ്ലിങ്ങളാണ് പുറത്തു പോടാ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്.
ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ളതാണ് ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം. സമത്വം കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് എന്താ? സ്വാതന്ത്ര്യമാണ്. എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഞാൻ ഇത് സംസാരിക്കുമ്പോ നീ ഇത് സംസാരിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഞാൻ ഒരു പൊതു ഇടത്തിൽ ചെല്ലുന്നു, കൊല്ലം ബീച്ച് ചെല്ലുന്നു, അല്ലെ നമ്മുടെ അടുത്ത് എന്റെ പഞ്ചായത്താ ആലപ്പാട്, അഴീക്കൽ ബീച്ച് വരുന്നു. അഴീക്കൽ ബീച്ച് വരുമ്പോ കാർത്തിക്കാണെങ്കിൽ കയറിപ്പോകൂ, നാസറുദ്ദീനാണെങ്കിൽ പുറത്തു നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ പൊതു ഇടങ്ങളിൽ KSRTC ബസ്സിൽ കയറുമ്പോ അത് നാസറാണോ അല്ലെങ്കിൽ അത് ജോസഫ് ആണോ അത് ഗോപാലകൃഷ്ണനാണോ എന്ന് നോക്കാൻ പറ്റില്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു MLA MP ആകാനോ മത്സരിക്കുമ്പോൾ എനിക്ക് എന്റെ മതത്തിന്റെ പുറത്തോ ഏതെങ്കിലും ലിംഗഭേദങ്ങളുടെ പുറത്തോ എന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോ ഇതെല്ലാം എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന എനിക്ക് നൽകുന്ന അവകാശങ്ങൾ തുല്യമായിട്ട് വീതിച്ചെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് നിയമപരിരക്ഷയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നെ നടന്നു പോകുമ്പോ പോലീസുകാരൻ ഇടിച്ചാൽ, ഒരു കാര്യവുമില്ലാതെ ഇടിച്ചാൽ, അത് എനിക്കാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കാണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരുപോലെ അത് ചോദ്യം ചെയ്യുവാൻ, നിയമപരമായിട്ടുള്ള പരിരക്ഷ ഉറപ്പാക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ, മൗലിക അവകാശം പറയുന്നതാണ് രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ 18 മുതൽ 22 വരെ വരുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ അവകാശം എന്ന് പറയുന്നത്. സമത്വം ഉണ്ടാവണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്വാതന്ത്ര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തത് സ്വാഭാവികമായിട്ടും വിവേചനങ്ങൾക്കെതിരെ, മാറ്റി നിർത്തലുകൾക്കെതിരെ, അൺടച്ചബിലിറ്റി പോലെയുള്ള തൊട്ടുകൂടായ്മയ്ക്കെതിരെ, തീണ്ടിക്കൂടായ്മയ്ക്കെതിരെ ഒക്കെ സംസാരിക്കുവാനുള്ള, വിവേചനങ്ങൾക്കെതിരെ നിലനിൽക്കുവാൻ നമുക്കും എനിക്കും നിങ്ങൾക്കും എല്ലാം അവകാശം തരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി വരുന്നത് 24 മുതൽ 28 വരെ വരുന്ന നാലാമത്തെ മൗലിക അവകാശം. അതാണ് ഈ രാജ്യത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനം. എന്താണ്? മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശം. ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചത്, ഇപ്പൊ ഞാൻ ഇവിടേക്ക് വരുന്നു, ഞാൻ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു, വൈകുന്നേരത്ത് എന്റെ അമ്മ അവിടെ വീട്ടിൽ വിളക്ക് കൊളുത്തും. വിളക്ക് കൊളുത്തിക്കൊണ്ട് കൃഷ്ണനെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവമെന്നോ ഭദ്രകാളി എന്നോ ഒക്കെ പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കും. ആ അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടിന്റെ കിഴക്കോട്ട് ഇറങ്ങി നിന്നാൽ, അങ്ങ് കിഴക്ക് ഞാൻ കാതോർത്താൽ സംഗപ്പര മുക്കെന്ന് പറഞ്ഞ എന്റെ വീടിന് ഒരു 3-4 കിലോമീറ്റർ കിഴക്ക് വശത്തുള്ള പള്ളിയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് ഉള്ള ബാങ്ക് വിളി എനിക്ക് കേൾക്കുവാൻ കഴിയും. അപ്പുറത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ 7 മണിയാകുമ്പോൾ അങ്ങ് ക്ലാപ്പന കായലിന്റെ തീരത്ത എന്റെ വീട്, അതിനങ്ങ് അപ്പുറത്ത് ക്ലാപ്പനയിൽ അവിടുത്തെ പള്ളിയിൽ നിന്നും, ക്രൈസ്തവ പള്ളിയിൽ നിന്നും വൈകുന്നേരത്തെ 7 മണിയാകുമ്പോൾ ഒരു മണി മുഴങ്ങുന്നത് കേൾക്കാൻ കഴിയും. ഇത് ആ സമയത്ത് തന്നെയായിരിക്കും മറ്റു ഒരു ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള അല്ലെ ആ ഒരു നാദസ്വരം ഉൾപ്പെടെയുള്ള സംഗീതം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇത് മുഴുവൻ നമ്മളുടെ അവകാശമാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് മൂന്നും എനിക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞതാ, ഇത് മൂന്നും എനിക്ക് ഒരുപോലെ കേട്ടുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അമ്മ വിളക്ക് കത്തിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, എനിക്ക് പ്രാർത്ഥിക്കാതെ ഇരിക്കുകയും ചെയ്യാം. അപ്പോ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. വേണമെങ്കിൽ എനിക്ക് നാളെ, ഞാൻ പറയുന്നു, ഒരു നിർബന്ധവും ആരും എന്നെ നിർബന്ധിക്കുന്നില്ല. എനിക്ക് വേണേ ബുദ്ധമതത്തിൽ ചേരാം, എനിക്ക് വേണേ ക്രൈസ്തവ മതത്തിൽ ചേരാം, എനിക്ക് വേണേ ഇസ്ലാം മതത്തിൽ ചേരാം. ഇതിന് ഒന്നും ഒരു തരവും തടസ്സവും ഇല്ല. അപ്പോ ഈ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുള്ള രാജ്യത്ത് നിങ്ങൾ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാത്രം പോകണമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ പറഞ്ഞാൽ ഇത് നമുക്ക് പറ്റില്ല, ഇത് എടുത്ത് അങ്ങ് അട്ടത്ത് വെച്ചാൽ മതി, ഇത് ഈ രാജ്യത്ത് ഓടില്ല എന്ന് പറയുവാൻ ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും ബോധ്യമുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, രാജ്യത്തിന്റെ ഭരണഘടനയെ അതിന്റെ അന്തസ്സത്തയിൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് അനിവാര്യം ആണ് എന്നുള്ളത്.
നമ്മളുടെ മൗലിക അവകാശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നായി തന്നെ, അതുകൊണ്ടാണ് ആർട്ടിക്കിളിൽ 4 ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ വളരെ സുദീർഘമായിട്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നുള്ളത് വിശദീകരിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ, ഇത് ചർച്ച ചെയ്യുമ്പോഴാണ് ഇവിടെ ഒരു വലിയ വിഭാഗം നിരന്തരമായിട്ട് ഈ രാജ്യത്തിന്റെ വലതുപക്ഷ ഫാസിസത്തിലേക്ക് കൊണ്ടുപോകുന്നവർ അങ്ങേയറ്റം അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ നിരന്തരം സംസാരിക്കേണ്ടതും പോരാടേണ്ടിയും വരുന്നു എന്നുള്ളതാണ്. ആശയപരമായ സംഘടനത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ മുണ്ട് വലത്തേക്കാണ് ഉടുത്തിരിക്കുന്നത്, എന്നാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഇക്ക ഉടുത്തിരിക്കുന്നത് ഇടത്തേക്കാണ്. ഈ വലത്തേക്ക് ഉടുക്കുന്നതോ ഇടത്തേക്ക് ഉടുക്കുന്നതോ ഇനി മുണ്ടിന് പകരം പാന്റ് ഇടുന്നതോ എല്ലാം എന്റെയും ഇക്കയുടെയും ബോധ്യങ്ങളാണ്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയാണ്, ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനൊരു പക്ഷേ നമ്മളുടെ സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യസ്തതകളുടെ കൂടി ഭാഗമായിരിക്കും.